കൊല്ലം വെളനാതുരുത്ത് ബീച്ചിലെ ലാൻഡ്മാർക്ക് സൈൻ ബോർഡ് തകർത്തവരെ കണ്ടെത്തുന്നവർക്ക് 5001 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച നാട്ടിലെ യുവാക്കൾ. കഴിഞ്ഞ ദിവസം ഇരുട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധർ ഐ ലവ് വെളനാതുരുത്ത് എന്നെഴുതിയ ബോർഡ് തകർത്ത് ലവ് സിംബൽ കവർന്നു. വെള്ളനാതുരുത്തിന്റെ ഹൃദയം കവർന്നു എന്നുള്ള വിവരം കിട്ടിയാൽ പിന്നെ എങ്ങനെ ഇവിടെ വരാതിരിക്കും? അതുപോലത്തെ ഒരു മണ്ണാണ്, അതുപോലത്തെ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു ഭൂമിയാണ്. ഇവിടെ ഐ ലവ് വെള്ളനാതുരുത്ത് എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇത് വെള്ളനാതുരുത്ത് ബീച്ചാണ്, നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു കേന്ദ്രം. അവിടെ ഈ നാട്ടിലെ യുവത ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത്. പക്ഷെ ആരോ അതിൻ്റെ ലവ് ചിഹ്നം ഹൃദയം അടിച്ചുകൊണ്ട് പോയി. ആരാണ് സംഭവിച്ചത്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവരെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇത് കണ്ടുപിടിച്ച് കൊടുക്കുന്നവന് 5001 രൂപ അവാർഡും കണ്ടുപിടിക്കുന്നവന് കായികപരമുള്ള അവാർഡും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും, അത് ഏതവനായാലും. ഇനി അറിയേണ്ടത് ഒരു കാര്യമുണ്ട്. അതായത് ആലപ്പാട് പഞ്ചായത്തിലെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രധാനപ്പെട്ട 2 ബീച്ചുകളിൽ ഒന്നാണ് വെളനാതുരുത്ത് ബീച്ച്. നിരവധി ഫാമിലീസ്, അതായത് ഒരുപാട് ഫാമിലീസാണ് ഇവിടെ ഈ ബീച്ചിൽ വരുന്നത്. അത്തരത്തിലുള്ള ഫാമിലീസ് വരുമ്പോൾ അവരെ ഞങ്ങൾ നല്ല രീതിയിൽ സ്വാഗതം ചെയ്ത് ഇവിടെ സ്വീകരിക്കാറുണ്ട്. ഇവിടെ ന്യൂ ഇയറിന് ഒരുപാട് പാർട്ടികൾ നടക്കാറുണ്ട്, ഫംഗ്ഷൻ നടക്കാറുണ്ട്. അവരെല്ലാം ഫാമിലിയായിട്ട് വന്ന് ഇവിടെ കൂടുന്നൊരു പ്രദേശമാണ് ഇവിടെ. അവരെല്ലാം നല്ല രീതിയിൽ വളരെ സ്വാഗതാർഹപരമായിട്ടാണ് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബീച്ചിൽ കുറേ നാളുകളായിട്ട് ലഹരി അടിമപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഇവിടെ ചേക്കേറുന്നുണ്ട്. പക്ഷേ അതിനെതിരെ ഞങ്ങൾ പോലീസ് നിയമപരമായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്, കായികപരമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ അധികം പേർ നുഴഞ്ഞു കയറുന്നുണ്ട്. അവരെ പോലുള്ളവരായിരിക്കാം ഒരു പക്ഷേ ഇത് ചെയ്തത്. അവരെ ചെയ്താലും ആര് ചെയ്താലും അവർക്കുള്ള അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അത് 5000 കണ്ടുപിടിച്ചവനും ബാക്കിയുള്ള അവാർഡ് കായികപരമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ത് പറയുന്നു? ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ലഹരിയാണല്ലോ ഈ വെള്ളനാതുരുത്ത് ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഈ പറയുന്നതൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ലഹരിയാണ് ബീച്ച്. അതിപ്പോൾ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇത് കാണിച്ചതിൻ്റെ പേരിൽ അതാരായാലും അറിയുന്നവന് നല്ലൊരു അവാർഡ് എന്തായാലും കൊടുക്കുന്നുണ്ട്. അതിനി ഏത് ആളായാലും ശരി. നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കുന്നത്. നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി ഇവിടം വരെ എത്തിച്ച് അത് ഇത്രയും പബ്ലിസിറ്റി ആവുകയും ചെയ്ത് ഒരു ദിവസം കൊണ്ട് അവൻ്റേതായ തോന്നിവാസത്തിൽ അടിച്ച് തകർക്കുകയും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്നല്ലേ. അപ്പോൾ വെള്ളനാതുരുത്തിൻ്റെ ഹൃദയം മോഷ്ടിച്ചുകൊണ്ട്, അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ, കവർന്നുകൊണ്ട് പോയ ആരാണെങ്കിലും അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ വെള്ളനാതുരുത്തിലെ ഈ നല്ലവരായ ഈ മനുഷ്യർ. വിനോദസഞ്ചാരികൾക്ക് ഒരു ഇടം അവർ തന്നെയാണ് ഒരുക്കിയത്. പക്ഷേ ഇവരോട് ഇങ്ങനെ ഒരു ദ്രോഹം എന്തിനു ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഈ വെള്ളനാതുരുത്ത് ചോദിക്കുന്നുമുണ്ട്. വെള്ളനാതുരുത്തിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.